Dear students, interest on capital ആ ഒരു ടോപ്പിക് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ പറ്റിയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് ഡ്രോയിങ്സ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതിൻ്റെ ജേർണൽ എൻട്രീസിനെ പറ്റിയിട്ടും അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് ഈ പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്താണ് ഡ്രോയിങ്സ്? Withdrawal by a partner in the form of money or money's worth from the firm is called drawings. ഒരു പാർട്ട്ണർ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് പൈസയോ അല്ലെങ്കിൽ പൈസ കൊണ്ട് അളക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങളോ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, പിൻവലിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. പൈസയാവാം, ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റുകളാവാം, അതല്ലെങ്കിൽ ഗുഡ്സ് ആവാം. പണം കൊണ്ട് അളക്കാൻ സാധിക്കുന്ന എന്ത് കാര്യം വിഡ്രോ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പണം വിഡ്രോ ചെയ്യുകയാണെങ്കിലും അതിനെ പറയുന്ന പേരാണ് എന്ത്? ഡ്രോയിങ്സ്. പാർട്ട്ണർ വിഡ്രോ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കേട്ടോ ഡ്രോയിങ്സ് എന്നുള്ളത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. ക്യാഷോ അല്ലെങ്കിൽ ഗുഡ്സോ ഒരു പാർട്ട്ണർ വിഡ്രോ ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാഷ് ഓർ പർച്ചേസസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാഷ് ആണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതുന്നത്. ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പർച്ചേസസ് അക്കൗണ്ട് എന്നാണ് എഴുതുന്നത്. ഓക്കെ, എന്താണോ നമ്മൾ വിഡ്രോ ചെയ്യുന്നത് ആ വിഡ്രോ ചെയ്യുന്ന എലമെൻറ്റിനനുസരിച്ചിട്ട് ആ ഒരു ജേർണൽ എൻട്രിയിൽ ചെറിയ മാറ്റങ്ങൾ വരും എന്നേ ഉള്ളൂ. അപ്പോൾ ആ ജേർണൽ എൻട്രി നമുക്കൊന്ന് നോക്കാം. പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ പർച്ചേസസ്. ടു ക്യാഷ് എന്ന് പറയുന്നത് പൈസയായിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ, നേരെ മറിച്ച് ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഗുഡ്സ് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒന്നും നമ്മൾ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടല്ല എൻട്രി ചെയ്യാനുള്ളത്. ഗുഡ്സ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പർച്ചേസസ് എന്ന് പറയും. ഗുഡ്സ് വിൽക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? സെയിൽസ് എന്ന് പറയും, അല്ലേ? അപ്പം നമുക്ക് ആ വാക്ക് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ടു പർച്ചേസസ് അക്കൗണ്ട് എന്ന് കൊടുക്കണം. ക്യാഷ് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്താണ്? അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് ഡ്രോയിങ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറണ്ട് അക്കൗണ്ട് ഓഫ് ദി പാർട്ട്ണർ കൺസേൺഡ്. ഈ ലാസ്റ്റില് പീരീഡിന്റെ അവസാനത്തിൽ ഇയർ എൻഡില് ഡ്രോയിങ്സ് അക്കൗണ്ട് എല്ലാം കൂടെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും? ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഫിക്സഡ് മെത്തേഡാണ്, ക്യാപിറ്റൽ മെത്തേഡാണ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്കും, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എൻട്രിയൊക്കെ നമുക്കറിയാം, എന്നാലും ഒന്നുകൂടെ കാണാം. എന്താണ് എൻട്രി തന്നിരിക്കുന്നത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. അത് ഏത് അക്കൗണ്ട് ആണെന്ന് പ്രോബ്ലത്തിൽ തന്നത് നോക്കി നിങ്ങൾ ചെയ്യാം. അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് അക്കൗണ്ട്. ക്ലിയർ ആയോ? അതായത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ ആരെ പോസ്റ്റ് ചെയ്യുന്നു? പാർട്ട്നേഴ്സിന്റെ ഡ്രോയിങ്സ് അക്കൗണ്ടിൽ നിന്നുള്ള ടോട്ടൽ എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഓർഗനൈസേഷനിലെ എന്തിൽ നിന്നാവണമെന്നില്ല, ലാഭത്തിൽ നിന്നാവണം നിർബന്ധമില്ല. ചില സമയത്ത് അത് എവിടെ നിന്നും ആവാറുണ്ട്? ക്യാപിറ്റലിൽ നിന്നും ആവാറുണ്ട്. If some amount is withdrawn out of capital, it is recorded in capital account and not in drawings account. അങ്ങനെ ക്യാപിറ്റലിൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അല്ലെ? അതെന്താണ്? മറ്റ് ക്യാഷ് ഡിപ്പോസിറ്റുകൾ പോലെയല്ല ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനമാണ്, അതിന്റെ ബലത്തിലാണ് ഓർഗനൈസേഷൻ നിൽക്കുന്നത്. അപ്പൊ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഡ്രോയിങ്സ് അക്കൗണ്ടിലല്ല കൊണ്ടുപോയി എഴുതുന്നത്. അതേത് അക്കൗണ്ടിലാണ് എഴുതുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എഴുതുന്നത്. അപ്പൊ അതിന്റെ ജേർണൽ എൻട്രി ഇങ്ങനെയായിരിക്കും: പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. നമ്മൾ നോർമൽ ഡ്രോയിങ്സ് ആണെങ്കിൽ എവിടെയാണ് എഴുതുക? പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അത് എവിടെ നിന്നാണെങ്കിൽ വിഡ്രോവൽസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് എങ്കിൽ. അതേസമയം വിഡ്രോവൽസ് മെയ്ഡ് ഫ്രം ക്യാപിറ്റൽ ആണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതുന്നത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നുമില്ല, ഡ്രോയിങ്സ് എന്താണെന്ന് പറഞ്ഞു, ഡ്രോയിങ്സിന്റെ ജേർണൽ എൻട്രി പറഞ്ഞു. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്, ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ടു പർച്ചേസസ് അക്കൗണ്ട്. പിന്നെ നമ്മളത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു പറഞ്ഞു? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്ക്. അപ്പൊ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡ്രോയിങ്സ് അക്കൗണ്ട്. അത് എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്? ഇയർ എൻഡിലാണ് ക്ലോസ് ചെയ്യുന്നത്. പിന്നെ അവസാനം പറഞ്ഞ സിറ്റുവേഷൻ ഏതാണ്? ഈ ഡ്രോയിങ്സ് ചെയ്യുന്നത് ക്യാപിറ്റലിൽ നിന്നാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രിയിൽ ചെറിയൊരു മാറ്റം വരും. ഡ്രോയിങ്സ് അക്കൗണ്ട് അല്ല അവിടെ ഡെബിറ്റ് ചെയ്യുക, പകരം ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് ആർക്ക് തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വായിച്ചിട്ടൊക്കെ വേണം എക്സാമിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.